ഈ സാറിന്റെ കരിയറിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് താഴോട്ട് മേളിലോട്ട് താഴോട്ട് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഗ്രാഫിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എന്റെ ജേർണി ഈ പറഞ്ഞ പോലെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത്. വംശാധിവസാനം കഴിയുന്നു, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു, ആട് മണ്ണിറങ്ങുന്നു, എല്ലാവരും ആട്ടി പുറത്താക്കുന്നു, ആൻമരിയ വരുന്നു, നമ്മൾ വീണ്ടും മേലേക്ക് കയറുന്നു, അടുത്ത സിനിമ വരുന്നു, താഴോട്ടിറങ്ങുന്നു, ആടിട്ട് വരുന്നു, വീണ്ടും മേലേക്ക് കയറുന്നു, അതിനുശേഷം താഴോട്ടിറങ്ങുന്നു, 5-ാം പതിന് വരുന്ന മേലേക്ക് കയറുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ ഒരു വേവി പരിപാടിയിലേക്ക് അങ്ങനെ ആരും പഠിച്ചു ആ പറഞ്ഞതിലൊരു പോയിന്റ്. സത്യം. പിന്നെ അങ്ങനെ ഒരു പരിപാടിയിലോട്ട് വന്നിട്ടില്ല. പോസ്റ്ററും നന്നായി പോയി, ടർബോ നന്നായി പോയി, ഗരുഡൻ നന്നായി പോയി. ഇപ്പം ടർബോ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം മിഥുന്റെ ഏത് ഫിലിം എടുക്കുവാണെങ്കിലും ഒരു ഈ പേരുകളിലൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചതാ, ശരിക്കും പേരിൽ എല്ലാം ആ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന സിനിമകൾക്ക് അതെന്താ ആ ഒരു അക്ഷരത്തോട് അത് വളരെ യാദൃശികമായി സംഭവിച്ചു. അപ്പം മിഥുൻ മാനുവലിന്റെ ഏപ്പടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് എന്റെ സിനിമകളുടെ പേരുകൾ കിടക്കുന്നത്. അത് ആദ്യം ആട് എന്നിട്ടു, രണ്ടാമത്തെ പടം വന്നപ്പോഴത്തേക്കും പേര് കിട്ടിയില്ല. തപ്പി 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 ലാസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞു, ഇന്ന് പേരിട്ട് പോസ്റ്റർ വിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നിയ പേരിട്ട് വിടുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് ചെയ്യണമല്ലോ പടം. അപ്പോഴാണ് ആൻമരിയ കലിപ്പിലാണ്. അപ്പൊ അത് ഏല് വന്നു. മൂന്നാമത്തെ പടം വന്നപ്പോഴത്തേക്കും അത് അലമാര എന്നുള്ള പടമായിരുന്നു. അപ്പൊ അത് ആ പടത്തിന് നല്ലൊരു ടൈറ്റിൽ കിട്ടാനില്ല, അലമാര എന്നുള്ളത് ഇട്ടു. നാലാമത് വന്നപ്പോഴത്തേക്കും ആട് 2 ആണ്. അതിന് ആട് 2 എന്നുള്ളത് ഇടാൻ പറ്റില്ലല്ലോ. 5-ാം പാതിരയിൽ ഞാൻ പേര് മാറ്റണം എന്ന് വിചാരിച്ച് കിണഞ്ഞ് പരിശ്രമിച്ചു, നടന്നില്ല. അതും കൂടെ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് 5-ാം പാതിര എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും ഇനി ഏലേ ഉണ്ടാവും. എഴുതുന്ന പടങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ സംവിധായകന്റെ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് സംവിധായകനാണ് നമ്മൾ വിട്ടുകൊടുക്കും. ഗരുഡനായാലും ഫീനിക്സ് ആയാലും ടർബോ ആണെങ്കിലും എഴുതുന്ന പടങ്ങൾക്കെല്ലാം ഓരോ റിവ്യൂസ് വരുന്നില്ലേ, അതിനോടുള്ള അഭിപ്രായം എന്താണ്? എനിക്ക് അങ്ങനെ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞില്ല, റിവ്യൂസ് നമ്മൾ ഒരിക്കലും എതിരല്ല. ആർക്കും റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ നമ്മളെ അതിനൊരു ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതില് നമ്മൾ എങ്ങനെയാണ് പറയണത്, അതൊക്കെ ചില സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും കേട്ടോ, സത്യസന്ധമായിട്ട് പറയാം. അതൊരു വ്യക്തിഹത്യ അല്ല, ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാവും. ഇപ്പൊ ഞാനില്ലേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു സിനിമ കഴിഞ്ഞ് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്തേ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര ഡസ്പായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഡാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ എന്നാടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യേണ്ട ചോദിച്ചു. പക്ഷേ എന്ത് പറ്റി, സ്കൂളിലെല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പം എല്ലാവർക്കും ഫാമിലീസും പ്രശ്നങ്ങളും എല്ലാവരും ഉള്ളതല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് സിനിമയെ വിമർശിക്കാം, സിനിമ ചെയ്യുന്ന ആൾക്കാരെ വ്യക്തിഹത്യ നടത്താൻ പാടില്ലല്ലോ. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എല്ലാ കാലത്തും നല്ലതാണ്. ഒരു പരിധി കഴിഞ്ഞ് ആൾക്കാരെ കോമാളികളാക്കുന്ന തരത്തിലേക്കും കളിയാക്കുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് വേദനിക്കും, എല്ലാവർക്കും വേദനിക്കും. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടല്ലോ. പിന്നെ അത് കറക്റ്റാ. Cook with love.